അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 46 മുതൽ 49 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ലൂക്കോസ് 6-ന്റെ 46 മുതൽ 49. ലൂക്ക് ചാപ്റ്റർ 6 46 to 49. ഇവിടെ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരും. ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീടിനോട് അടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് അത് ഇളകിപ്പോയില്ല. കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. ഒഴുക്കടിച്ച ഉടനെ അത് വീണു, ആ വീടിന്റെ വീഴ്ച വലിയതുമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വലിയൊരു വേദഭാഗമാണ്, പക്ഷെ മുഴുവൻ പറഞ്ഞ് ചിന്തിക്കാൻ സമയമില്ല. എന്നാലും ഒന്ന് രണ്ട് തോട്ട് മാത്രം കർത്താവ് തന്ന ചിന്ത പങ്കുവെക്കാൻ ദിവസം താല്പര്യപ്പെടുന്നു. ഇവിടെ നാം വായിച്ചതൊക്കെ ദൈവം പറഞ്ഞൊരു ഉപമയാണ്, ഒരു പാരബിളിനെ കുറിച്ച് വായിച്ചത്. പാറമേൽ വീട് പണിത മനുഷ്യനെ കുറിച്ച് കർത്താവ് പറയുന്നത്. അതിന്റെ പ്രാരംഭ വാക്യത്തിൽ കർത്താവ് പറയുന്നൊരു കാര്യം: നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരുപാട് പേര് കർത്താവിനെ വിളിക്കുന്നുണ്ട്, കർത്താവെ കർത്താവെ വിളിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ വിളികളും ദൈവം കേൾക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല, അല്ലേ? ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഓരോ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കും. സ്തോത്രം. അവരവിടെ ഇരുന്നിട്ട് പപ്പയെ പപ്പയെ മമ്മി മമ്മി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങള് ചെയ്യാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കുമ്പോൾ നമുക്ക് അവരോട് വലിയ താല്പര്യം ഉണ്ടാകാൻ സ്വാഭാവികമായിട്ടും, ഹല്ലേലൂയ, വലിയ സാധ്യതയില്ല. സ്തോത്രം. എന്നാൽ അവര് നമ്മൾ പറയുന്ന റൂട്ടിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുകയും നമ്മൾ പറയുന്ന തീരുമാനങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ ആണ് അവരുടെ ലൈഫും ബ്ലെസ്സഡ് ആകും, നമ്മൾ ഹാപ്പി ആയിട്ട് മാറും. സോ ഇതുപോലെ തന്നെ സ്വർഗത്തിലെ അപ്പൻ നമ്മളോട് പറയുന്ന കാര്യമാണ്: നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അത് കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്യാനായിട്ടാണ് കർത്താവ് ഈ ഒരു ഉപമ ശിഷ്യന്മാരോട് പറയുന്നത്. സ്തോത്രം. ജീവിതത്തിൽ നാം എല്ലാവരും പല വിധത്തിലുള്ള കൊടുങ്കാറ്റുകളെ നേരിടുന്നവരാണ്, നേരിട്ടിട്ടുള്ളവരാണ്. ജീവിതത്തിൽ പലപ്പോഴും എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് പറയാൻ സാധിക്കും, വലിയ കൊടുങ്കാറ്റുകൾ. ഇവൻ വിശ്വാസ ജീവിതത്തിൽ വന്നതിന് ശേഷവും വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകേണ്ട സാഹചര്യത്തില് ഇതിൽ വന്നിട്ട് നിന്റെ ദൈവം എവിടെ എന്ന് നാട്ടുകാരും വീട്ടുകാരും ഒരുമിച്ച് ചോദിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ നേരിടേണ്ട, അല്ലെങ്കിൽ ഒരു രാത്രിയില് കർത്താവെ എന്തായി തീരും, ദൈവം എവിടെ എന്ന് ചോദിക്കുന്ന പോലെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. സ്തോത്രം. അവിടെയൊക്കെ നിർത്തിയത് ദൈവത്തിന്റെ വലിയ കൃപയെന്നല്ലാതെ ഒന്നും പറയാനില്ല. ഇപ്പൊ വ്യക്തിപരമായി ചോദിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ അനുഭവങ്ങൾ പറയാറുണ്ട്. കാര്യം, കൊടുങ്കാറ്റ് എന്ന് പറയുമ്പോ എന്താ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ കാലാവസ്ഥയൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്, ഇന്ന ഇത് ഉണ്ടാകും എന്നൊക്കെ. എന്നാൽ പോലും അവർക്ക് പോലും പലപ്പോഴും പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഉണ്ടാകുന്നതാണ് കൊടുങ്കാറ്റ് എന്ന് പറയുന്നത്. ജീവിതത്തിൽ വരുന്ന ഇങ്ങനെ കൊടുങ്കാറ്റുകളെ നാം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിന്റെ ഒരു അർത്ഥമാണ് കർത്താവ് ഇവിടെ ഈ വാക്യങ്ങളിലൂടെ തന്റെ ജനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ കർത്താവ് പറയുന്നൊരു കാര്യമാണ്: എന്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യനാകും എന്ന് ഞാൻ കാണിച്ചു. അപ്പൊ അവിടെ ഒരു എന്താ പറയാ, കമ്പാരിങ് തിങ്സ് കർത്താവ് അവിടെ ചെയ്യുകയാണ്. ഒന്നാമത്തെ കാര്യം, ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യൻ. അപ്പൊ രണ്ട് തരത്തിൽ നമുക്ക് പണിയാം. നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് രണ്ട് തരത്തിൽ പണിയപ്പെടാൻ സാധിക്കും. ഒന്നെങ്കിൽ കർത്താവെ കർത്താവെ എന്ന് വിളിച്ച് നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം കർത്താവിനെ പിൻപറ്റുന്ന ഒരു രീതിയിൽ നമുക്ക് പോകാൻ സാധിക്കും. മറുപുറം ആഴത്തിലുള്ള ഒരു വിശ്വാസത്തിലോട്ട്, ആഴത്തിലൊരു ബന്ധത്തിലോട്ട്, ആഴത്തിലുള്ള ഒരു ആശ്രയത്തിലോട്ട് ദൈവമായിട്ട് നമുക്ക് പോകാൻ സാധിക്കും. അപ്പൊ ഈ രണ്ട് രീതിയിലും പോകാൻ സാധിക്കും. പക്ഷേ ആദ്യം പറഞ്ഞ രീതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്നാണ് നമ്മുടെ വായിച്ചത്. പ്രതീക്ഷിക്കാത്ത സമയത്ത് കൊടുങ്കാറ്റ് വരുമ്പോൾ, ഹല്ലേലൂയ, ആ മനുഷ്യന്റെ അവസ്ഥ അവിടെ പറയുന്നത് നോക്കിക്കേ. സ്തോത്രം. ഒഴുക്കടിച്ച ഉടനെ അത് വീണു, ആ വീടിന്റെ വീഴ്ച വലിയതായിരുന്നു. സ്തോത്രം. അവിടുന്ന് പിന്നെ എഴുന്നേൽക്കുമെന്ന് പോലും പറയാൻ സാധിക്കത്തില്ല. അതേസമയം ദൈവ വഴിയിൽ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ പാതവീടെ പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണെങ്കിൽ പറയാൻ സാധിക്കും, വചനം ഇങ്ങനെ പറഞ്ഞു: നീതിമാൻ വീണാലും നിലം പരിശാകത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. വീഴ്ചകളുണ്ട്, വീഴ്ചകൾ എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. കാരണം നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. പക്ഷെ നമ്മളെ പെർഫെക്റ്റ് ആക്കുന്ന ഒരുവന്റെ മധ്യത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. സ്തോത്രം. ദൈവസന്നി കടന്നു വരുമ്പോൾ മാത്രമേ നമ്മൾ പെർഫെക്റ്റ് ആകുന്നുള്ളൂ, അല്ലെ? നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. സ്തോത്രം. പക്ഷെ നമ്മളെ പെർഫെക്റ്റ് ആക്കുന്ന, നമ്മളുടെ ഏരിയകളെ, ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ രോഗിക്ക് മരുന്ന് കൊടുത്ത് അവന്റെ പ്രയാസങ്ങളെ മാറ്റുന്നത് പോലെ
നമ്മൾ പെർഫെക്റ്റ് ആക്കുന്നവന്റെ സന്നിധിയിലാണ് നമ്മൾ വരുന്നത്. ആ സന്നിധിയിൽ വരുമ്പോൾ മാത്രമേ നമ്മുടെ ലൈഫ് പെർഫെക്റ്റ് ആകുന്നു. മറ്റെന്തെല്ലാം കാര്യങ്ങളിൽ നമ്മുടെ പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാലും നമുക്കറിയാം ഇപ്പോ ലോകത്ത് നമ്മുടെ കേരളത്തിലൊക്കെ സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഒരു നിമിഷം കൊണ്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലോട്ട് കെട്ടിപ്പടുക്കിയതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് മണ്ണൊലിപ്പും അല്ലെങ്കിൽ വലിയ മഴയും പ്രയാസങ്ങളും വന്ന് തീരുന്ന മനുഷ്യൻ ഒന്നുമല്ലാതായി മാറുന്നൊരു സാഹചര്യമാണ്. അങ്ങനെയൊക്കെ വന്നുമ്പോൾ ജീവിതം എന്താ പറയുക ആടിപ്പോകുന്ന ഒരു അവസ്ഥയിൽ വരുമ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിൽ അടിയുറച്ച ആശ്രയമുള്ളവർക്കും വിശ്വാസമുള്ളവർക്കും മാത്രമേ സാധിക്കുന്നുള്ളൂ. സ്തോത്രം. ഇവിടെ യേശു കർത്താവ് ഉപമ പറയുമ്പോൾ ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈ ദൈവവചനത്തിലെ ദൈവവചന ഭാഗങ്ങളെല്ലാം നമ്മളെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കർത്താവിന്റെ ഓരോ വാക്കുകളും നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ഓരോ സദാ പറയുന്നത് ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഹല്ലേലൂയ. ഈ പകൽക്കാലം കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. നെക്സ്റ്റ് ഡേ നമ്മുടെ മുമ്പിൽ എന്ത് കൊടുങ്കാറ്റാ വരാൻ പോണേ നമുക്കറിയത്തില്ല. പക്ഷെ നമ്മളവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ സ്തോത്രം ഈ ദൈവവചനത്തെ അതിൻ്റെതായ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ അതിനെ ചെയ്യുന്നവരാ കർത്താവ് പറഞ്ഞതിനെ ചെയ്യുന്നവരാകുക. ദൈവവചനത്തെ ചെയ്യുന്നവർ അതിനെ കേൾക്കുക മാത്രം പോരാ, അതിനതോപടി നമ്മൾ അനുസരിക്കണം. ദൈവവചനം എന്തോ പറയുന്നത് അത് അനുസരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെ വീഴാതെ പിടിച്ചു നിൽക്കാൻ നമ്മെ ദൈവം സഹായിക്കത്തുള്ളൂ. അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾ ഏതൊക്കെയാണ്? കഴിഞ്ഞകാല ജീവിതത്തില് നമ്മളൊന്ന് ചിന്തിക്കണം. അല്ലെങ്കിൽ ആ സമയങ്ങൾ ഞാൻ അതിനോട് എങ്ങനെയൊക്കെയാ പ്രതികരിച്ചത് നമ്മൾ ഇടയ്ക്ക് ചിന്തിക്കുന്നത് നല്ലതാ. സ്തോത്ര. കാര്യം നമ്മുടെ കഴിവുകൊണ്ടോ മിടുക്കൊണ്ടോ ഒന്നുമല്ല നമ്മൾ അതിനോടൊക്കെ പ്രതികരിച്ച് നിന്നത്. ഇപ്പൊ നമുക്ക് ഓർക്കുമ്പോൾ അതൊക്കെ വളരെ ഈസി ആയിട്ട് തോന്നും. പക്ഷെ ആ ഒരു സമയങ്ങളിൽ നമ്മൾ കടന്നുപോയ അല്ലെങ്കിൽ ആ തീച്ചൂളയുടെ വലിപ്പം അല്ലെങ്കിൽ നമ്മളെ ഒഴുക്കി കളയാൻ വന്ന ആ വെള്ളത്തിന്റെ ഒരു ആഴവും അല്ലെങ്കിൽ നമ്മുടെ കാല് പതറിപ്പോകുന്ന പോലെയൊക്കെയുള്ള ജീവിത സാഹചര്യങ്ങൾ വന്നപ്പോൾ സ്തോത്രം നമ്മൾ നിർത്തിയൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവമാണ് നമ്മളെ നിർത്തിയതെന്നുള്ള ഒരു ബോധ്യം നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകണം. ആ ബോധ്യം ഉള്ളപ്പോൾ നമുക്ക് ദൈവത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ അടുത്തു വരാൻ പറ്റും. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആശ്രയിക്കുന്നതിനെ കുറിച്ച്. നമ്മൾ സ്വയത്തിൽ ആശ്രയിക്കുവാണെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ക്രിസ്തു എന്ന പാറമേൽ നമ്മുടെ ജീവിതത്തെ അടിസ്ഥാനമിട്ട് പണിയുമ്പോൾ സ്തോത്രം ബൈബിളിലാണ് നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കേണ്ടത്. മറ്റുള്ളവർ എന്ത് പറയുന്നു, മറ്റുള്ളവരെ എന്തുവായി അതല്ല. ബൈബിൾ എന്ത് പറയുന്നു അതായിരിക്കണം നമ്മുടെ അടിസ്ഥാനം. അതിൽ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥമായിട്ട് ശക്തിപ്പെടുന്നത്. മറ്റെല്ലാം പുറമേന്ന് കാണുമ്പോൾ ശക്തിയുള്ളത് തോന്നും. ആ മണലിന്മേൽ വീട് പണിത മനുഷ്യനെ പോലെ പുറമേന്ന് കാണുമ്പോൾ ഭംഗിയായിട്ടും ശക്തിയായിട്ടും തോന്നും. പക്ഷെ ഉള്ളു ഒരിക്കലും ബലം ഉണ്ടാകത്തില്ല, ശക്തി ഉണ്ടാകത്തില്ല. ആന്തരിക മനുഷ്യൻ കാറ്റ് വരുമ്പോഴത്തേക്കും താഴെ വീണ് തവിടുപൊടിയാകുന്ന ആന്തരിക മനുഷ്യനായിരിക്കും. പക്ഷെ ഈ ദിവസങ്ങൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒരു ആന്തരിക മനുഷ്യന് ആകുവാനല്ല, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആന്തരിക മനുഷ്യനെ കെട്ടിപ്പടുക്കാൻ തക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പൊ കർത്താവ് പറയാ, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന എന്തുകൊണ്ട്? അപ്പം അതിന്റെ അർത്ഥം ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം പറയുന്നത് കേൾക്കാൻ മനസ്സുണ്ടാകണം. ഒന്നാമത്തെ കാര്യം കർത്താവ് എന്താ പറയാ നമ്മുടെ ലൈഫിനെ കുറിച്ച് ദൈവത്തിന് എപ്പോഴും നമ്മൾ സംസാരിക്കാൻ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ പദ്ധതികളെ നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. കർത്താവ് പറയുന്നതാ ഞാൻ പറയുന്നത് കേൾക്കുകയും അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കുകയും ചെയ്യാൻ അനുഭവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവസേന നമുക്കൊന്ന് ശോധന ചെയ്യാം. എവിടെയെങ്കിലുമൊക്കെ കർത്താവ് പറയുന്നത് നമ്മൾ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ ശക്തിയിൽ, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എവിടെയെങ്കിലുമൊക്കെ കർത്താവ് പറയുന്ന ചില തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ വിസമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഈ പകൽക്കാലം നമുക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കാം. അപ്പ ഹല്ലേലൂയ, അങ്ങ് പറയുന്നത് അനുസരിക്കാൻ എത്ര ഹാർഡാണെങ്കിലും അതനുസരിക്കുവാൻ തക്കവണ്ണം എന്നെ വിട്ടുതരിക കർത്താവെ എന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് പറയുക കർത്താവ് പറയാം, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം മനുഷ്യനെ കുറിച്ച്. അവൻ ആഴത്തിൽ കുഴിച്ച് പാറമേൽ വീട് പണിയും. അപ്പോൾ അവിടെ വലിയൊരു കാര്യം, ആഴത്തിൽ കുഴിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമുക്കറിയാം ഒരു കുഴൽക്കിണറൊക്കെ കുഴിക്കണമെങ്കിൽ നല്ല എഫേർട്ട് ഉണ്ട്. ഇപ്പൊ സാങ്കേതികമായിട്ട് ഒത്തിരി മുന്നേറ്റം ഉണ്ടെങ്കിൽ എന്നാൽ പോലും പെട്ടെന്നൊന്നും വെള്ളം കാണത്തില്ല. നല്ല ആഴത്തിൽ കുഴിക്കണം. പലപ്പോഴും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ കുഴിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അന്നേരം അത്ര ഈസി ആയിട്ടായിരിക്കത്തില്ല. പുറമേ നിന്നുള്ളവർക്കൊന്നും ആഴത്തിലുള്ള കുഴിയിലോട്ട് ഇറങ്ങി പോകുന്ന അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരും. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ കുഴൽക്കിണറിൽ നമുക്കറിയാം വെള്ളം അതിശക്തമായി പുറത്തോട്ട് വരുന്നത് പോലെ സ്തോത്രം ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ
നമ്മളിൽ കർത്താവ് ചെയ്തെടുക്കാൻ ആരംഭിക്കും. അതിനൊരു സീസണുണ്ട്, അതിനൊരു ടൈമുണ്ട്. ആ ആ ടൈം നമ്മൾ വിശ്വസ്തയോടെ ക്ഷമയോടെ ദിവസേന കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ആഴത്തിൽ കുഴിച്ച് വീട് പണിയുന്ന മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആ വീടിനെ സംബന്ധിച്ച് വെള്ളപ്പൊക്കം വന്നോട്ടെ, കൊടുങ്കാറ്റ് വന്നോട്ടെ, ഒന്നിനും അതിനെ തകർക്കാൻ കഴിയത്തില്ല. ആ വീടിനെ നീക്കാൻ കഴിയത്തില്ല. കാരണം അത് ക്രിസ്തുവിൽ പണിയുന്നതാണ്. സ്തോത്രം. അതേസമയം ഹല്ലേലൂയ, മറ്റേ മനുഷ്യൻ ദൈവവചനം അനുസരിക്കാതെ ദൈവം പറയുന്ന അനുസരിച്ച് സ്വന്തം ഇഷ്ടത്തിൽ പണിയുന്ന മനുഷ്യൻ, സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് വീട് പണിതിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത്, സ്തോത്രം, അത് അപ്പോൾ തന്നെ തീരാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ വചനത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾ നാം അനുഭവിക്കേണ്ടി വരും. കൊടുങ്കാറ്റ് വരത്തില്ല എന്നൊന്നും വചനം പറയുന്നില്ല. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കൊടുങ്കാറ്റുകൾ, ഹല്ലേലൂയ, ഒരുപക്ഷെ ഒരു സാമ്പത്തിക പ്രയാസമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ശാരീരികമായിരിക്കും പ്രയാസങ്ങളായിരിക്കാം, മറ്റ് പല വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ പടകില് അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിന് മുകളിൽ കൊടുങ്കാറ്റ് പോലെ വന്ന് അടിക്കുമ്പോൾ, സ്തോത്രം, നമ്മൾ അവിടെ കുലുങ്ങാതെ നിൽക്കണമെങ്കിൽ, നീതിമാൻ കുലുങ്ങി പോകുകയില്ല എന്ന് വചനം പറയുന്നു. അവിടെ കുലുങ്ങാതെ നിൽക്കണമെങ്കിൽ അതിനോട് ദൈവം ആഗ്രഹിക്കുന്ന പോലെ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ ദൈവത്തിൽ നമ്മുടെ ആശ്രയം അത്രമാത്രമായിരിക്കും. സദൃശവാക്യങ്ങൾ 1:27 ഇങ്ങനെ പറയുന്നു. ഒരു കൊടുങ്കാറ്റ് വരുന്ന പോലെയാണ് പരിഭ്രാന്തി വരുന്നത്. ഒരു ചുഴലിക്കാറ്റ് പോലെ നിർഭാഗ്യം നിങ്ങളെ പിടികൊടും, ദുഃഖവും വേദനയും നിങ്ങളെ ഭാരപ്പെടുത്തും. അപ്പം കൊടുങ്കാറ്റുകൾ എന്ന് പറയുന്നത് നിർഭാഗ്യത്തിൽ വരുന്നതാണ്, ഒരിക്കലും ഒരു ഭാഗ്യത്തിന്റെ ലക്ഷണമല്ല. അത് പരിഭ്രാന്തിയായിട്ടാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഭയങ്ങള്, ഉത്കണ്ഠകള്, ദുരിതങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെങ്ങനെ പ്രതികരിക്കാന്ന് അറിയത്തില്ല. പക്ഷെ അവിടെ നമ്മൾ ദൈവഹിതപ്രകാരം പ്രതികരിക്കണമെങ്കിൽ കർത്താവിൽ ആശ്രയിച്ച് മാത്രമേ സാധിക്കത്തുള്ളൂ. എന്റെ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, എന്റെ പിതാവ് ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്ന സാഹചര്യം വന്നപ്പോൾ ഒരു സമൂഹം മുഴുവൻ ഞങ്ങൾക്ക് എതിരായിട്ടിരുന്നു. എന്റെ ചാച്ചന്റെ വീട്ടുകാരും നാട്ടുകാരെല്ലാം. അപ്പൊ ആ ദേശത്ത് ഞങ്ങൾ മാത്രമാണ് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചത്. അവിടുന്ന് വേറെ ആരും, ഞങ്ങളുടെ ആ വലിയൊരു ഫാമിലിയിൽ നിന്ന് ആരും വന്നിട്ടില്ല. അപ്പൊ തന്നെ അവരെല്ലാം ഞങ്ങളുടെ അടുത്ത് ഭയങ്കര പ്രയാസങ്ങളും കയ്പായിരുന്നു. അതിനുശേഷമാണ് കൊടുങ്കാറ്റ് പോലെ ഒരു വിഷയം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നത്. എന്റെ പിതാവ് ലോകത്തുനിന്ന് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം വന്നു. അപ്പൊ അന്ന് രാത്രി ഭയങ്കര പ്രയാസങ്ങൾ ഉണ്ടായി. കുറെ പേര് വന്ന് എന്റെ ചാച്ചനെ ബോഡി കിടക്കുമ്പോൾ പാസ്റ്റേഴ്സിനെ വന്ന് അടിക്കുകയും വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കി. പക്ഷെ ഞങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും അന്ന് രാത്രി ആരും ഉണ്ടായില്ല. ചാച്ചന്റെ ബോഡി വീട്ടിൽ കിടക്കുമ്പോൾ ഞങ്ങൾ കരയാൻ പോലും സാവകാശം ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇതൊക്കെ എനിക്ക് പറയുമ്പോൾ സന്തോഷത്തോടെ പറയാൻ സാധിക്കുന്നത് അന്ന് ദൈവം തന്നൊരു ബലമാണ്. ഞങ്ങൾ 3 പേരും, എനിക്കന്ന് 20 വയസ്സേ ഉള്ളൂ, ജസ്റ്റ് ഡിഗ്രി കഴിയുന്ന വർഷമാണ്. അനിയനും അനിയത്തി അവർക്കൊന്നും അറിയത്തൊന്നുമില്ല. പക്ഷെ കരയാൻ ഞങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വഴക്ക് പറയും. ചാച്ചന്റെ പിതാവിന്റെ സഹോദരന്മാര് മിണ്ടി പോരുന്നതാണ് പറഞ്ഞത്. മിണ്ടി പോരുത്, കരയാൻ സാവകാശമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്നിട്ട് ബോഡി അവർക്ക് ഇഷ്ടമുള്ള പോലെ ചാച്ചന്റെ ബോഡി അവർത്തവർ ചെയ്യാനൊക്കെ ഇടയായിത്തീരും. പക്ഷെ ഇന്ന് ഞങ്ങൾ അവരോട് ക്ഷമിക്കുക. ഹല്ലേലൂയ. ഇന്ന് പലരും ഞങ്ങളുടെ വീട്ടിൽ കടന്നു വരുന്നുണ്ട്, ഞങ്ങളെ അവരെ വീടുകളോട് ക്ഷണിക്കുന്നുണ്ട്. ദൈവം അത്ഭുതമായി അവര് പറഞ്ഞു, അന്ന് അവിടെ നിന്ന് പറഞ്ഞു, ഇനി മക്കൾക്ക് റോഡ് ആധാരം എന്നാ പറഞ്ഞത്. റോഡ് ആധാരം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ സർവശക്തനായ ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറച്ചു നിൽക്കാൻ കർത്താവ് ബലം തന്നു. ദൈവം ഞങ്ങളെ മാനിപ്പാൻ തക്കണം ഇടയായിത്തീർന്നു. അവരുടെ മധ്യത്തിൽ, അവരുടെ മുമ്പിൽ കർത്താവിന് വലിയ സാക്ഷികളായിട്ട് ഈ വചനവും പിടിച്ചു നിൽപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് ബലം തന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഹല്ലേലൂയ, പല കൊടുങ്കാറ്റുകളും ഒരുപക്ഷെ വൈകാരികമായി നമ്മളെ തളർത്താൻ വേണ്ടി ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയാനുള്ളതായിരിക്കാം. പക്ഷെ അവിടെ എല്ലാം പിടിച്ച് ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത്, സ്തോത്രം, മോശയോട് ദൈവം പറഞ്ഞു. മോശയുടെ ജീവിതത്തിൽ ഒത്തിരി കുറവുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ നോക്കിക്കേ, ഹല്ലേലൂയ, സ്തോത്രം, ആവർത്തന പുസ്തകം വായിക്കും, മോശയെ പോലെ പ്രവാചകന് ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഇല്ല എന്ന് ബൈബിൾ തന്നെ സാക്ഷ്യപ്പെടുത്തുക. അപ്പോ ഇറ്റേണൽ ആ പ്രോമിസ് ലാൻഡിലോട്ട് ദൈവം നമ്മളെ കൊണ്ടുപോകാനുള്ള ദൈവത്തിന്റെ ഓരോ പദ്ധതികളുണ്ട്. അതിന് നാം വിട്ടുകൊടുത്തുകൊണ്ടിരിക്കണം. അതാ നമ്മുടെ ലൈഫിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് നാം തിരിച്ചറിയുമ്പോൾ, സ്തോത്രം, ഈ ഭൂമിയിലുള്ള ലൈഫ് ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. അതോടൊപ്പം തന്നെ നമ്മുടെ നിത്യത എന്താ പറയാ, നഷ്ടമാക്കി കളയാതെ, നിഷ്ഠത നഷ്ടമാക്കി കളയാതെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ദൈവം ആഗ്രഹിക്കുന്ന പോലെ കർത്താവ് നമ്മളെ നോക്കുമ്പോൾ, അല്ല എന്റെ മോൻ, എന്റെ മോള്,
അവൾ എന്റെ ഇഷ്ടമാ ചെയ്യുന്നതിന് തമ്പുരാന് നമ്മളെ നോക്കി പ്രസാദിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു സാവകാശം നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ദിവസങ്ങളിൽ ദൈവസ്ഥനം ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവുമായിട്ട് വലിയ ബന്ധത്തിലോട്ട് നാം അടുത്തു വരണം. സ്തോത്രം. ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിൽ മറ്റാർക്കും അതിന് സാവകാശം ഇല്ലെങ്കിലും കർത്താവ് നമ്മളെ ആയിരിക്കും കണ്ടിട്ട്. എന്റെ ഭവനത്തിൽ എന്റെ മമ്മിയാണ് കർത്താവിനെ ഏറ്റവും അധികം ആദ്യമായിട്ട് കർത്താവിനെ അറിയാൻ തക്കവണ്ണം ഇടയായത്. ഒരു രോഗസൗഖ്യം കർത്താവിന് അല്ലാതിരുന്ന സമയത്ത് രോഗസൗഖ്യം കിട്ടിയ കർത്താവിനെ അറിയുന്നത്. സ്തോത്രം. ഇതുപോലെ ദൈവം ഓരോ സാവകാശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരുമ്പോൾ സ്തോത്രം. വാക്ക് കേട്ടിട്ട് അനുസരിക്കാത്തവൻ എന്ന വിളി കേൾക്കാൻ ഇടവരാതെ അടിത്തറയില്ലാത്ത നിലത്ത് വീട് പണിയുന്നവനെ പോലെ ആകാതെ സ്തോത്രം ക്രിസ്തു എന്നൊരു അടിസ്ഥാനം വിട്ട് വീട് പണിയുവാൻ ആ പണിയിന്മേൽ ഓരോ കർത്താവ് ആഗ്രഹിക്കും പോലെ ആന്തരികമായ മനുഷ്യനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിലെ അതിനെ പ്രയാസങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എല്ലാ വെള്ളപ്പൊക്കങ്ങളെയും എല്ലാ കൊടുങ്കാറ്റുകളെയും നേരിടാൻ തക്കവണ്ണമുള്ള ശക്തമായ അടിത്തറ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമായിട്ടുള്ള വലിയ ബന്ധത്തിലൂടെ നാം വരുമ്പോൾ മാത്രമാണ്. വ്യക്തിപരമായുള്ള ബന്ധം അത് ഏറ്റവും വലുത്. വ്യക്തിപരമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിൽ നമ്മൾ ഏറ്റവും സ്ട്രോങ് ആക്കുക. ആ ബന്ധമാണ് ഏറ്റവും ആ ബന്ധത്തിലുള്ള സന്തോഷവും സംതൃപ്തിയാണ് ഏറ്റവും വലുതെന്ന് നാം തിരിച്ചറിയുമ്പോൾ സ്തോത്രം ആ ബന്ധം കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ ആ ബന്ധത്തെ സ്ട്രോങ് ആകുക ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവചനത്തെ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനപ്രകാരം കെട്ടിപ്പിടുക്കുവാനും ലക്ഷ്യബോധമുള്ള ഒരു ലൈഫിലോട്ട് ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ. ജീവിതത്തിലെ കറണ്ട് സാഹചര്യങ്ങൾ എത്ര വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും ഹല്ലേലൂയ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദിവസങ്ങളിൽ നമ്മുടെ ലൈഫിനെ അങ്ങനെ കെട്ടിപ്പടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ദൈവത്തിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വചനത്തിന് മുമ്പാകെ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു മാസ്റ്റർ. കർത്താവെ നന്ദി പറയാ കർത്താവ്. കേൾക്കപ്പെട്ട ആലോചനയ്ക്ക് മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്മയോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കർത്താവ് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ഓരോരുത്തരും ജീവിതത്തിലും പ്രയാസങ്ങളെ പ്രതികൂലങ്ങളും വന്നു ഞങ്ങൾ നിർത്തിയത് അവിടുന്ന് കർത്താവെ. ഹല്ലേലൂയ. ഇരുവശങ്ങളും പരിശുദ്ധാത്മാവ് ഞങ്ങളെങ്കിൽ പൂർണ്ണമായും ആശ്രയം വെക്കുക കർത്താവ്. ഹല്ലേലൂയ. കർത്താവെ ഞങ്ങളോട് കൂടെ ഞങ്ങൾ വളരുവാൻ സഹായിക്കണം കർത്താവെ എന്ന് വിളിക്കുക മാത്രമല്ല കർത്താവ് അന്ന് പറയുന്ന ഏറ്റവും ചെറുതുപോലുള്ള കാര്യങ്ങൾ പോലും അനുസരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരും സഹായിക്കണം കർത്താവ്. എവിടെയെങ്കിലും കർത്താവിനെ അനുസരിക്കാതെ ഞങ്ങളുടെ ഹൃദയം മറന്നിരിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ഞങ്ങളെ അത് കാണിച്ചു തരണേ, ഞങ്ങളെ വെളിപ്പെടുത്തി തരണേ കർത്താവെ. ദൈവസ്ഥ അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കുക പരിശുദ്ധാത്മാവേ. കാലം ഞങ്ങൾ ഓരോരുത്തരോടും കർത്താവ് സംസാരിച്ചുള്ള കർത്താവെ. ജീവിതത്തിന്റെ എല്ലാ ഏരിയാസും അങ്ങ് അറിയുന്ന പിതാവെ. അങ്ങേ കൂടാതെ ഒരു നന്മയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല കർത്താവെ. യേശുവെ അവിടുന്ന് കൂടെ ഇത് സഹായിക്കണം. അങ്ങ് ഞങ്ങൾ അത്യന്തമായി ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വരുന്ന കൊടുങ്കാറ്റുകളെ വെല്ലുവിളികളെ ഒക്കെ നേരിടുവാനുള്ള വലിയ ആത്മശക്തിയും ബലവും കർത്താവെ ഞങ്ങളുടെ ആന്തരിക മനുഷ്യനോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് നൽകി തരണമേ. അടിനുമ്പ് തലവണക്കിരിക്കുന്ന നൂറ് പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആരുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രയാസങ്ങൾ സ്ട്രഗിൾസ് എന്ത് തന്നെയാണെങ്കിലും ഈ പകൽക്കാലം ദൈവത്തിന്റെ ശക്തിപരമായി വ്യാപരിക്കട്ടെ കർത്താവെ. വലിയ സമാധാനം, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു നരളിച്ചേറെ യേശുവിന്റെ സമാധാനം. ആ സമാധാനം അവരുടെ ഹൃദയങ്ങളെ കീഴടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്യന്ത ശക്തിയാൽ അവരെ നിറയപ്പെട്ട അവരുടെ മൺകൂടകാരങ്ങൾ നിറയപ്പെടട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ അനുഗ്രഹമായി മാറട്ടെ. മഹത്വവും മാനവും കർത്താവ് എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.